ക്യാപ്റ്റൻ റാങ് ആ ചുഴി എത്താറാവുന്നതിന് കുറച്ചു ദൂരം മുന്നേ തന്നെ കപ്പൽ നങ്കൂരമിട്ടിട്ട് ഒരു ബോട്ടിൽ കുറച്ചുപേരെ മാത്രം കൂട്ടി ആ ചുഴിയുടെ അടുത്തേക്ക് തുഴഞ്ഞു നീങ്ങി. റാങ് പറഞ്ഞു, ഈ ചുഴി എത്ര ദൂരമുണ്ടെന്ന് നമുക്കറിയില്ല, അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലുള്ള ഓക്സിജൻ നിറച്ച സഞ്ചി ഒരിക്കലും കളയരുത്. ആഗ്വ വിളിച്ചു പറഞ്ഞു, ക്യാപ്റ്റൻ, ഇനിയും നമ്മൾ ചുഴിക്കടുത്തേക്ക് പോയി കഴിഞ്ഞാൽ ബോട്ട് ചുഴിയിൽപ്പെട്ട് നശിക്കും. ക്യാപ്റ്റൻ റാങ് പറഞ്ഞു, ഇനി വെയിറ്റ് ചെയ്യേണ്ട, എല്ലാവരും ചാടിക്കോളും. ഇത് കേൾക്കേണ്ട താമസം എല്ലാവരും തുരുതുരാ ചാടാൻ തുടങ്ങി. നായകൻ വമൂച്ചി പറഞ്ഞു, നിങ്ങൾ എല്ലാവരും പോയിട്ട് വരൂ, ബോട്ടിന് ആരെങ്കിലും കാവൽ വേണ്ടേ? ഞാൻ കാവലിരുന്നോളാം. ക്യാപ്റ്റൻ റാങ് പിന്നിലൂടെ വന്ന് അവനെയും വലിച്ച് കടലിലേക്കിടും. അവർ കടലിലേക്ക് ചാടിയപ്പോൾ ഒരു കൂട്ടം ജെല്ലി ഫിഷ് വളരെ അധികം വേഗത്തിൽ ഒരു നിശ്ചിത ഭാഗത്തേക്ക് പോകുന്നത് കണ്ടു. എല്ലാവരും ആ പോയിന്റ് ലക്ഷ്യമാക്കി നീങ്ങി. കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ എന്തോ ഒന്ന് അവരെ വേഗത്തിൽ വലിച്ചെടുത്തുകൊണ്ടുപോയി. അപ്പോൾ അവർക്ക് മനസ്സിലായി കടലിനുള്ളിലെ നദി ഇതാണെന്ന്. കുറച്ചു സമയത്തെ യാത്രയ്ക്ക് ശേഷം അവർ ഒരു ഗുഹയ്ക്കുള്ളിലെ കുഞ്ഞു കുളത്തിൽ പൊന്തി വന്നു. അപ്പോഴേക്കും നായകൻ വുമുച്ചിയുടെ ബോധം പോയിരുന്നു. റാങ് അവനെയും പൊക്കിയെടുത്ത് നേരെ കരയ്ക്ക് കയറ്റി. കൃത്രിമ ശ്വാസം കൊടുത്തപ്പോൾ അവൾക്ക് മനസ്സിലായി ഇവൻ അഭിനയിച്ച് കിടക്കുന്നതാണ്. ചെകിടത്തൊന്ന് കൊടുത്തിട്ട് അവൾ പറഞ്ഞു, എനിക്ക് മനസ്സിലായി, നീ അഭിനയിക്കുന്നതാണ്. അവൻ എഴുന്നേൽക്കും. കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ എല്ലാവരും ആ കുളത്തിൽ പൊന്തി വന്നു. എല്ലാവരും ആ സ്ഥലം മുഴുവനായി പരിശോധിക്കും. പക്ഷേ ഒന്നും കിട്ടിയില്ല. അമ്പെയ്ത്തുകാരൻ ചെക്കൻ വന്നിട്ട് ചോദിച്ചു, ക്യാപ്റ്റൻ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നായകൻ വുമൂച്ചി തന്റെ തലമുടി അനങ്ങുന്നത് ശ്രദ്ധിക്കും. അവൻ ഒന്നുകൂടെ ആ മുടി പിടിച്ചു വെച്ച് നോക്കുമ്പോൾ കുറച്ചകലായി ഒരു സ്ഥലത്ത് നിന്നും കാറ്റ് വരുന്നു. അവന് മനസ്സിലായി അത് തന്നെയാണ് വഴിയെന്ന്. ഉടൻ തന്നെ മച്ചാൻ ഷോ ഇറക്കാൻ തുടങ്ങും. വുമൂച്ചി പറഞ്ഞു, ഇവളാണല്ലോ നമ്മുടെ ക്യാപ്റ്റൻ, ഇനി എന്ത് ചെയ്യണമെന്ന് ക്യാപ്റ്റൻ പറയട്ടെ. പക്ഷേ റാങ് ഒന്നും മിണ്ടാതെ നിന്നു. അപ്പോൾ ഉടനെ വുമൂച്ചി ചെന്ന് അവളുടെ തലയിലെ ഒരു മുടി പറിച്ചെടുത്തിട്ട് നേരത്തെ ആ കാറ്റ് വന്ന ഭാഗത്തേക്ക് കാണിക്കും. ഇത് കണ്ട് ആഗ്വ എന്റെ ക്യാപ്റ്റനെ തൊടുന്നോടാ എന്ന് പറഞ്ഞ് ആക്രോശിച്ചുകൊണ്ട് വരും. വുമൂച്ചി അവനെ ആ കാറ്റ് വന്ന ഭാഗത്തേക്ക് ചുഴറ്റിയെറിയും. എന്നിട്ട് പറഞ്ഞു, ചുണ്ണാമ്പ് കല്ലാൽ മൂടപ്പെട്ട ഇതാണ് വഴി, ഇതിലൂടെ പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് നിധി കിട്ടും. എന്നിട്ട് റാങ്ങിനെ നോക്കി പറഞ്ഞു, ക്യാപ്റ്റ, ഞാൻ കണ്ടുപിടിച്ച വഴിയിലൂടെ ദയവായി വന്നാലും. അവർ ആ തുരങ്കത്തിലൂടെ കുറച്ചുകൂടെ മുന്നോട്ട് ചെല്ലുമ്പോൾ കുറച്ചധികം പെട്ടികളുണ്ടാവും. വെള്ളിയാണ് ഉണ്ടാകുക. അവരെല്ലാരും ഭയങ്കര സന്തോഷത്തിലാവും. കാരണം അത്രയും വെള്ളി കിട്ടിയാൽ തന്നെ നല്ല സമ്പന്നരാവും. വുമൂച്ചി എല്ലാ പെട്ടികളും തുറന്നു നോക്കിയിട്ട് പറഞ്ഞു, ഇതല്ല ഗോരിയൻ രാജ്യത്തിന്റെ സമ്പത്ത്, അത് സ്വർണമാണ്. ഇത് കേട്ട ഉടനെ എല്ലാവരും ആ ചുറ്റുപാടും പരിശോധിക്കാൻ തുടങ്ങും. അവിടെ ഒരു പതാകയുണ്ടാവും. സാധാരണ പട്ടാള ക്യാമ്പുകളിൽ കാണാത്തൊരു പതാക. അതെടുത്തു വെച്ച് വുമൂച്ചി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. റാങ്ങും അങ്ങോട്ടേക്ക് വരും. പെട്ടെന്ന് അവിടെ ആകെ കുലുങ്ങും. അവർ ആദ്യം കരുതുക ഭൂമി കുലുക്കമാണെന്നാണ്. യഥാർത്ഥത്തിൽ അത് കരയിലൂടെ വന്ന വില്ലൻ ബുഹുംസ ബോംബ് വെച്ച് പാറ പൊട്ടിക്കുന്നതായിരുന്നു. വുമൂച്ചിക്കും റാങ്ങിനും മനസ്സിലാവും പുറത്തുനിന്നും ആരോ വരുന്നുണ്ടെന്ന്. ഉടൻ തന്നെ അവർ കൊണ്ടുവന്ന കയറുകൾ ആഗ്വായോടും ഗോംച്ചിയോടും പെട്ടികളിൽ കെട്ടാൻ പറഞ്ഞു. ഇതേ സമയം തൊട്ടു പിന്നിലിരുന്ന് മാക്കി അവർ വെച്ചിട്ട് പോയ ആ ഭൂപടം നോക്കുന്നുണ്ടായിരുന്നു. അവൻ അതിൽ നിന്ന് എന്തൊക്കെയോ മനസ്സിലായി. ആ ഫ്ളാഗും എടുത്ത് കുപ്പായത്തിനുള്ളിൽ വെച്ച് ആ പെട്ടികൾ എല്ലാവരും ചേർന്ന് നേരെ നദിക്ക് അരികിലേക്ക് കൊണ്ടുപോയിക്കും. പക്ഷേ വില്ലന്റെ കൂട്ടത്തിലുമുണ്ട് ഒരു അമ്പെയ്ത്തുകാരൻ. അവൻ അകത്താരോ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് തുരുതുര അമ്പെയ്യാൻ തുടങ്ങും. വുമൂച്ചിയും റാങ്ങും പ്രതിരോധിക്കാൻ ശ്രമിക്കും. അപ്പോഴേക്കും കുറച്ചുകൂടെ പട്ടാളക്കാർ ഉള്ളിലേക്ക് കയറി വന്നു. വുമൂച്ചിയും റാങ്ങും മാക്സിമം അവരെ എതിർത്ത് നിൽക്കാൻ ശ്രമിക്കും. അവസാനം രക്ഷയില്ലാതെ വരുമ്പോൾ അവർ പ്രതിരോധം നിർത്തി രക്ഷപ്പെടാൻ വേണ്ടി ആ കുളത്തിലേക്ക് എടുത്ത് ചാടും. എല്ലാവരും ചാടും. പക്ഷേ വുമൂച്ചി മാത്രം ഫൈറ്റ് ചെയ്ത് ആ നദിക്കരിയിലേക്ക് എത്തി. ഓരോരുത്തരായി രക്ഷപ്പെട്ട് ആ നദിയിലേക്ക് ചാടി. ചെറിയ പരിക്ക് പറ്റിയ റാങ്ങിനെയും കൊണ്ട് അമ്പെയ്ത്തുകാരൻ ചെക്കനും ചാടി. പക്ഷേ വുമൂച്ചിയും ബുഹുംസയും ഏറ്റുമുട്ടി അവർ ആ കുളത്തിന്റെ കരയിലെത്തി. അപ്പോഴാണ് വുമൂച്ചിയുടെ മുഖം ബുഹുംസ് കാണുന്നത്. ഇവർക്ക് തമ്മിലൊരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. അവിടെ നിന്ന് കട്ട് ചെയ്ത് നേരെ ഫ്ലാഷ് ബാക്കിലോട്ട്. ബുഹുംസയും വുമൂച്ചിയും തമ്നയിലെ പട്ടാളക്കാരായിരുന്നു. ബുഹുംസ് മറ്റുള്ളവരെ കൊല്ലുന്നതിൽ ആനന്ദം കണ്ടെത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ യുദ്ധം നടക്കുമ്പോൾ അവൻ ഒരു ദയാദാക്ഷിണ്യവും ഇല്ലാതെയാണ് ശത്രുക്കളെ ആക്രമിക്കാറ്. അങ്ങനെ ഒരു യുദ്ധത്തിൽ മുന്നോട്ട് പൊക്കോണ്ടിരിക്കുമ്പോൾ രാജാവിന്റെ കൽപ്പന വന്നു, പരിക്കേറ്റവരെ എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ച് രാജ്യത്തിലെത്തിക്കണം. പക്ഷേ അതിന് ബുഹുംസ് വഴങ്ങാതെ സ്വന്തം പരിക്കേറ്റ സൈനികരെ തന്നെ അവൻ കൊന്നുകളഞ്ഞു. എന്നിട്ട് രാജാവിന്റെ ദൂതുമായി വന്ന ദൂതനോട് പറഞ്ഞു, ഇവിടെ എന്റെ കൂട്ടത്ത് പരിക്കേറ്റ ഒരു പട്ടാളക്കാരനുമില്ല, അതിനാൽ ഞാൻ യുദ്ധവുമായി മുന്നോട്ട് പോവുകയാണ്. ഇത് അറിഞ്ഞിട്ട് വന്ന നായകൻ വുമൂച്ചി ചോദിച്ചു, മുറിവേറ്റവരെ കൊന്നിട്ടാണോ നീ യുദ്ധം തുടരുന്നത്? ബുഹുംസുവിന് ഈ തമ്നയുടെ രാജാവാവണം. അതിനുവേണ്ടിയുള്ള പരാക്രമമാണ് ഇവൻ പണ്ട് തൊട്ടേ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. വുമൂച്ചി ബുഹുംസുവിനേക്കാളും കുറച്ചുകൂടെ ഉയർന്ന ഓഫീസർ ആയതിനാൽ വുമൂച്ചി പറഞ്ഞു, സൈനിക നിയമപ്രകാരം നമ്മുടെ കൂട്ടത്തുള്ളവരെ കൊന്നതിനാൽ നിനക്ക് സൈനിക കോടതിയിലെ ശിക്ഷ നേരിടേണ്ടി വരും. ബുഹുംസു വാളെടുത്ത് വുമൂച്ചിയെ നേരിടാൻ തുടങ്ങി. അവിടെ നിന്ന് സീൻ കട്ട് ചെയ്ത് വീണ്ടും നിധിയിരിക്കുന്ന സ്ഥലത്ത് ബുഹുംസു പറഞ്ഞു, നീ ഇല്ലായിരുന്നുവെങ്കിൽ ഞാനിപ്പോ ഒരു രാജാവായിരുന്നേനെ. വുമൂച്ചി അത് കേട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മൃഗത്തേക്കാൾ നീചനായ നീ എങ്ങനെ ഒരു രാജാവാകും? ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഒരിക്കലും അത് സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് ബാക്കിയിരുന്ന സിൽവറിന്റെ പെട്ടികളെല്ലാം ആ നദിക്കുള്ളിലേക്ക് തള്ളിയിടും. ആ പെട്ടികളുടെ അറ്റത്ത് കെട്ടിയിരുന്ന കയറിൽ പിടിച്ച് ആ നദിക്കുള്ളിലേക്ക് വളരെ വേഗം മൂച്ചി താഴേക്ക് പോയി. പക്ഷേ ഇത് കണ്ട് ബുഹുംസുവും കൂടെ ചാടുമെങ്കിലും കുറച്ചു ദൂരം ചെല്ലുമ്പോൾ അവന് ശ്വാസം കിട്ടില്ല. അവൻ തിരിച്ചു നീന്തും.
ഈ സിൽവറിന്റെ വെയിറ്റ് അധികമായതിനാൽ വുമൂച്ചിക്ക് ആ കയറ് ഒരുപാട് നേരം ഹോൾഡ് ചെയ്ത് നിൽക്കാൻ പറ്റിയില്ല. അപ്പോഴേക്കും റാങ് കപ്പലിൽ നിന്നും ഒരു കയറുമായിട്ട് വുമൂച്ചിയുടെ അടുത്തേക്ക് എത്തും. അവള് കെട്ടാൻ ശ്രമിക്കുന്നതിനിടയ്ക്ക് തന്നെ വെയിറ്റ് താങ്ങാനാവാതെ വുമൂച്ചി ആ കയറ് വിടും. പക്ഷേ റാങ് തോറ്റു പിന്മാറാൻ തയ്യാറല്ലായിരുന്നു. അവൾ അതിന്റെ കൂടെ പോയി താൻ കൊണ്ടുവന്ന കയറും സിൽവർ നിറഞ്ഞ പെട്ടികളുടെ കയറുമായിട്ട് കൂട്ടിക്കെട്ടും. കുറച്ചുകൂടെ ആഴത്തിൽ പോയതിനാൽ അവൾക്ക് ശ്വാസം കിട്ടില്ല. പക്ഷേ നായകൻ വുമൂച്ചിയുടെ കയ്യിൽ ആ ഓക്സിജൻ സഞ്ചി ഉള്ളതിനാൽ അവൻ അതിൽ നിന്ന് കുറച്ച് ഓക്സിജനും എടുത്ത് അവളുടെ അടുത്തേക്ക് ചെന്ന് അവക്ക് ആ ഓക്സിജൻ പകർന്നു കൊടുക്കും. എന്നാൽ കപ്പലിലുള്ളവർ കയറിന്റെ ഭാരം കൂടുന്നത് മനസ്സിലാക്കിയിട്ട് ആ കയർ മുകളിലേക്ക് വലിക്കും. പെട്ടെന്ന് കുറെ കുഞ്ഞു മീനുകൾ വുമൂച്ചിയെയും റാങ്ങിനെയും ചുറ്റി നടക്കും. ആ കുഞ്ഞു മീനുകളെ വിഴുങ്ങാൻ വേണ്ടി ഒരു തിമിംഗലം വായ പൊളിച്ച് ആ മീനുകളെല്ലാം ഉള്ളിലാകും. അതിനൊപ്പം വുമൂച്ചിയും റാങ്ങും പോരാത്തതിന് അവർ ഇത്രയും കഷ്ടപ്പെട്ട ആ വെള്ളിയും എല്ലാം ആ തിമിംഗലത്തിന്റെ വായ്ക്കുള്ളിലാവും. തിമിംഗലം തിരിച്ച് ആഴങ്ങളിലേക്ക് നീന്താൻ ശ്രമിക്കുമ്പോൾ കടലിന്റെ മുകളിലെ കപ്പൽ ഒരു സൈഡിലേക്ക് ചരി. പക്ഷേ ഭാഗ്യത്തിന് ആ കയറ് പൊട്ടി കപ്പലിൽ തിരിച്ച് അതേ പൊസിഷനിൽ വന്ന് അടിച്ചു നിൽക്കും. എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാതെ കപ്പലിലുള്ളവർ താഴേക്ക് നോക്കി നിൽക്കും. പെട്ടെന്ന് എവിടെ നിന്നോ വുമൂച്ചി പറന്ന് വന്ന് ആ പായ്ക്കപ്പലിന്റെ പായയുടെ മുകളിൽ വന്നിരിക്കും. അത് കഴിഞ്ഞ് റാങ്ങും ആ തിമിംഗലം അവരെ വൊമിറ്റ് ചെയ്തതായിരുന്നു. എല്ലാവരും അടുത്ത് ആ സിൽവർ പെട്ടികൾ വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ നേരത്തെ കഴിച്ച മീനിനെ ഇട്ടുകൊടുത്തിട്ട് ആ തിമിംഗലം ആഴങ്ങളിലേക്ക് പോകും. അതേസമയം ഗുഹയ്ക്കുള്ളിൽ ബുഹുംസുന് ഒരു കൊടി വെള്ളത്തിലൂടെ നടക്കുന്നത് ശ്രദ്ധിക്കും. അയാൾ ആ കൊടിയെടുത്ത് പരിശോധിക്കും. അതിൽ നിന്ന് എന്തോ അയാൾക്ക് മനസ്സിലായി. അയാൾ ഒരു ചെറു പുഞ്ചിരിയോടുകൂടി നിൽക്കും. വെള്ളികൾ അടങ്ങിയ പെട്ടി ഇനി കിട്ടില്ല എന്ന് മനസ്സിലാക്കിയ മാക്കി കുപ്പായത്തിനുള്ളിൽ ഒളിപ്പിച്ച ഭൂപടം അന്വേഷിക്കും. പക്ഷേ ആ ഭൂപടം തന്റെ കയ്യിൽ നിന്ന് എവിടെയോ മിസ്സായെന്ന് അവന് മനസ്സിലാവും. അവൻ അവിടെ ആകെ അന്വേഷിക്കും. അത് കിട്ടില്ല. ക്യാപ്റ്റൻ റാങ് കപ്പലിന്റെ ഒരറ്റത്ത് വിഷമിച്ചു നിൽക്കുന്നത് കാണുമ്പോൾ വിമൂച്ചി അങ്ങോട്ട് ചെല്ലും. അവൻ ചോദിച്ചു, നിധി കിട്ടാത്തതിന്റെ വിഷമമാണോ ക്യാപ്റ്റ? റാൻ പറഞ്ഞു, ഞങ്ങൾ കടൽക്കൊള്ളക്കാർക്ക് ഒരു വലിയ കുടുംബമുണ്ട്. ഈ കപ്പലിലുള്ളവർ മാത്രമല്ല, ഞങ്ങൾക്ക് മുന്നേ മരിച്ചവർ, അവരുടെ കുടുംബങ്ങൾ, അവരുടെ തലമുറ, ഭാവിയിൽ വരാനിരിക്കുന്ന ഒരുപാട് കുടുംബങ്ങൾ, അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ക്യാപ്റ്റൻ എന്നുള്ള നിലയിൽ ഞാൻ ചെയ്യണ്ടേ? അവൾ തുടർന്നു, അതിരിക്കട്ടെ, നിധി മുഴുവൻ സ്വർണ്ണക്കട്ടികളായിരിക്കുമെന്ന് നീ പറയാൻ കാരണം എന്താണ്? നായകൻ വിമൂച്ചി പറഞ്ഞു, ഘോരിയാൻ പുനർനിർമ്മിക്കാൻ വേണ്ടത്രയുമുള്ള സ്വർണം ആ കപ്പലിലുണ്ടായിരുന്നു എന്നാണ് ആ ആനക്കൊമ്പിൽ നിന്ന് കിട്ടിയ വിവരം. അപ്പോൾ അതൊരിക്കലും വെള്ളികളാവില്ല, സ്വർണം തന്നെയാണ്. അവൻ തുടർന്നു, ഉറപ്പായിട്ടും ആ ഗുഹയിൽ കണ്ട പതാക ആ സ്വർണത്തിലേക്കുള്ള വഴി തന്നെയാണ്. ഇത് കേട്ട ഉടൻ തന്നെ ക്യാപ്റ്റൻ റാങ് പറഞ്ഞു, കപ്പൽ തിരിക്ക്, നമുക്ക് വീണ്ടും ആ ഗുഹയിൽ പോയി ആ പതാക എടുക്കണം. അപ്പോഴേക്കും ഹുങ്കുൻ വന്നിട്ട് പറഞ്ഞു, കപ്പൽ തിരിക്കേണ്ട ആവശ്യമില്ല, ആ പതാക മാക്കിയുടെ കയ്യിലുണ്ട്. ആ കപ്പലിലുള്ള എല്ലാവരും അവനെ പരിശോധിക്കും, പക്ഷേ പതാക കിട്ടില്ല. അവസാനം അവനെ ചോദ്യം ചെയ്യാനായിട്ട് ആ കപ്പലിൽ തന്നെ കെട്ടിവെക്കും. ക്യാപ്റ്റൻ റാങ് അവനോട് ചോദിച്ചു, നീ ആ പതാക തരുവാണെങ്കിൽ നിന്നെ ആരും ഒന്നും ചെയ്യില്ല. മാക്കി പറഞ്ഞു, ഞാൻ അത് എടുത്തു എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ കടലിൽ നിന്ന് തിരിച്ച് കപ്പലിലോട്ടുള്ള യാത്രയിൽ എന്റെ കയ്യിൽ നിന്ന് ആ പതാക എവിടെയോ മിസ്സായി. ക്യാപ്റ്റൻ വീണ്ടും ചോദിച്ചു, നീ ആ പതാക കണ്ടതല്ലേ? അതിലെന്താണ് എഴുതിയിരുന്നത്? മാക്കി പറഞ്ഞു, നിധി ഇരിക്കുന്നത് ബോങ്സോങ് എന്ന സ്ഥലത്താണ്. ആഗ്വോ പറഞ്ഞു, 1000 തവണയ്ക്ക് മേൽ ഒരു ദിവസം നിർത്താതെ മിന്നലടിക്കുന്ന സ്ഥലമാണ് ബോങ്സോ. പക്ഷേ കൂടെയുള്ള ആരും അത് വിശ്വസിക്കില്ല. മാക്കി പറഞ്ഞു, ആ സ്ഥലത്തേക്ക് പോകുമ്പോൾ ചുഴലിക്കാറ്റുണ്ടാവും, ഇടിമിന്നലുകൾ കൊടിമരത്തെ തകർത്തു കളയും. ഞാൻ ജനിച്ചു വീണത് തന്നെ കടൽക്കൊള്ളക്കാരുടെ ഒരു കപ്പലിലാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് നല്ലവണ്ണം അറിയാം. വിമൂച്ചി ചോദിച്ചു, അപ്പോൾ നിനക്ക് ആ സ്ഥലത്തേക്ക് പോകാനുള്ള വഴി അറിയാം അല്ലേ? മാക്കി പറഞ്ഞു, എനിക്ക് അങ്ങോട്ടേക്കുള്ള വഴി അറിയാം. കുഞ്ഞിലെ ഞങ്ങളുടെ കപ്പൽ തകർന്നത് അങ്ങനെയായിരുന്നു. എന്നെ ആരൊക്കെയോ ചേർന്ന് രക്ഷപ്പെടുത്തി. ഇരുണ്ട മേഘങ്ങളാൽ മൂടപ്പെട്ട ആകാശത്ത് നിന്നും നിർത്താതെ മിന്നലടിക്കും. ക്യാപ്റ്റൻ റാങ് പറഞ്ഞു, നീ ഞങ്ങളെ ആ സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ നിധിയുടെ 10-1 നിനക്ക് തരാം. മാക്കി പറഞ്ഞു, എനിക്ക് അതിനോട് താല്പര്യമില്ല, പക്ഷേ എനിക്ക് ആവശ്യമുള്ളത് നിങ്ങളുടെ കയ്യിലുണ്ട്. അത് ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും ചേർന്ന് എന്നെ കൊല്ലും. നായകൻ വിമൂച്ചി പറഞ്ഞു, ആരും നിന്നെ കൊല്ലില്ല, അങ്ങോട്ടേക്കുള്ള വഴി നീ ഞങ്ങൾക്ക് കാണിച്ചു തന്നാൽ മതി. ഉടനെ മാക്കി പറഞ്ഞു, അതെ, അത് തന്നെയാണ് ഞാൻ പറയുന്നത്. എനിക്കല്ലാതെ വേറെ ആർക്കും അങ്ങോട്ടേക്കുള്ള വഴി അറിയത്തില്ല. അപ്പോൾ ഈ കപ്പലിന്റെ ക്യാപ്റ്റൻ ആവേണ്ടത് ഞാനല്ലേ? ഉടൻ തന്നെ എല്ലാവരും അവനെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കും. വിമൂച്ചി പറഞ്ഞു, അതിന് ഉത്തരം പറയേണ്ടത് നിലവിലെ ക്യാപ്റ്റനായ റാങ് ആണ്. ക്യാപ്റ്റൻ റാങ് എല്ലാവരോടുമായി ചോദിച്ചു, ഞാൻ ക്യാപ്റ്റൻ സ്ഥാനം രാജിവെച്ച് മാക്കിയെ ക്യാപ്റ്റൻ ആക്കണം എന്നുള്ളവർ കൈ ഉയർത്താൻ പറഞ്ഞു. ഹുഗുൻ മാത്രം കൈ ഉയർത്തു, മറ്റാരും ഉയർത്തില്ല. നായകൻ വിമൂച്ചി പറഞ്ഞു, ക്യാപ്റ്റ, നിങ്ങളൊന്ന് കണ്ണടച്ചിട്ട് ഇതേ ചോദ്യം ഒരിക്കൽ കൂടെ ചോദിക്കും, അപ്പോഴേ മറ്റുള്ളവർ സത്യം പറയും. ക്യാപ്റ്റൻ റാങ് കണ്ണടച്ചിട്ട് ചോദിച്ചു. അടുത്ത സീനിൽ കാണിക്കുന്നത് ആ കപ്പലിന്റെ ഏറ്റവും ഉയരത്തിൽ കയറി നിന്നിട്ട് മാക്കി വിളിച്ചു പറഞ്ഞു, ഞാൻ കടൽക്കൊള്ളക്കാരുടെ
കപ്പലിന്റെ ക്യാപ്റ്റനായി. അതേസമയം പഴയ ക്യാപ്റ്റൻ റാങ് കപ്പലിനകത്ത് മറ്റുള്ളവർക്കൊപ്പം ഇരുന്ന് മീൻ വെട്ടുകയാണ്. കപ്പലിന്റെ പാചകം മുഴുവൻ റാങ് ഏറ്റെടുത്തു. ഫുമൂച്ചി ചോദിച്ചു, നീ എങ്ങനെയാണ് ഇത്രയും രുചികരമായിട്ടുള്ള ഭക്ഷണം ഉണ്ടാക്കുന്നത്? ഉടനെ റാങ് പറഞ്ഞു, കടൽ രുചിക്കൂട്ട് അറിയാമെങ്കിൽ ഇതുപോലുള്ള യഥാർത്ഥ രുചിയോട് കൂടിയ ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയും. നായകൻ ഫുമൂച്ചി പറഞ്ഞു, നീ പാചകത്തിലും ഒരു പുലി തന്നെയാണ്. സത്യത്തിൽ ആ ഭക്ഷണം വായി വെക്കാൻ കൊള്ളത്തില്ല. റാങ്ങിനെ വളയ്ക്കാൻ വേണ്ടി ഫുമൂച്ചി മാത്രമാണ് അത് നല്ലതെന്ന് പറഞ്ഞത്. കൂടെയുള്ള എല്ലാവരും ഇഷ്ടപ്പെടാതെ ഭക്ഷണം വലിച്ചെറിഞ്ഞു. അതേസമയം വില്ലൻ ബുഹുംസുവിന്റെ കപ്പലിൽ അവരും ആ മാപ്പ് നോക്കി നിധിയിരിക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. തിരിച്ച് കടൽ കൊള്ളക്കാരുടെ കപ്പലിൽ ഒരാൾ വിളിച്ചു പറഞ്ഞു, കടൽ തിളച്ചു മറിയുകയാണ്. റാങ് പറഞ്ഞു, ഉടൻ തന്നെ മേഘങ്ങളൊക്കെ ഇരുണ്ടുകൂടും. നല്ല കാറ്റിനും മഴയ്ക്കുമുള്ള സാധ്യതയുണ്ട്. കപ്പൽ തിരിക്കുന്നതാണ് നല്ലത്. ഇത് കേട്ട് മാക്കി പറഞ്ഞു, ഞാനാണ് ഇപ്പോൾ ഈ കപ്പലിന്റെ ക്യാപ്റ്റൻ. അതിനാൽ കപ്പല് മുന്നോട്ട് തന്നെ പോട്ടെ. അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കവേ തന്നെ മേഘങ്ങൾ ഉരുണ്ടുകൂടി മിന്നലടിക്കാൻ തുടങ്ങി. പെട്ടെന്ന് ഒരു മിന്നൽ അവരുടെ പായ്ക്കപ്പലിന്റെ നെടും തൂണിൽ തന്നെ അടിച്ചു. കാറ്റും മഴയും ഇടിയും മിന്നലുമായിട്ട് സമുദ്രം മാറി. വിമൂച്ചി വിളിച്ചു പറഞ്ഞു, ക്യാപ്റ്റൻ മാക്കി, എത്രയും പെട്ടെന്ന് കപ്പലിന്റെ ചുക്കാൻ നിയന്ത്രിക്കൂ. നിങ്ങൾക്കല്ലേ അങ്ങോട്ട് പോകാനുള്ള വഴി അറിയത്തുള്ളൂ. മിന്നലടിക്കുമ്പോൾ മാക്കി പേടിച്ച് കപ്പലിന്റെ പുറത്തേക്ക് ചാടും. പക്ഷേ ഒരു കൈകൊണ്ട് അവൻ അതിന്റെ തുഞ്ചത്ത് പിടിച്ചു തൂങ്ങിക്കിടക്കും. ഉടൻ തന്നെ ക്യാപ്റ്റൻ റാങ് കപ്പലിന്റെ നിയന്ത്രണം ഏറ്റെടുക്കും. അവൾ ആ കപ്പലിന്റെ ചുക്കാൻ നിയന്ത്രിച്ചു മറ്റുള്ളവരോടായിട്ട് വിളിച്ചു പറഞ്ഞു, പായമരത്തിന്റെ പായ വലിച്ചു പിടിച്ചോളുക. അതേസമയം കടലിലേക്ക് വീഴാൻ പോയ മാക്കിയെ നായകൻ വിമൂച്ചി രക്ഷിക്കും. അവർ രണ്ടുപേരും ഒരു കയറിൽ തൂങ്ങി നിൽക്കുമ്പോൾ കടൽ പെട്ടെന്ന് ശാന്തമാവും. അപ്പോൾ ആ കപ്പലിൽ നിന്ന് ഒരാൾ വിളിച്ചു പറഞ്ഞു, നമ്മൾ ആ സ്ഥലത്തെത്തിയിരിക്കുന്നു. ശാന്തമായ ആ സമുദ്രത്തിൽ അവർ കപ്പൽ നങ്കൂരമിട്ടിട്ട് അടുത്ത് കണ്ട ദ്വീപിലേക്ക് 2 ബോട്ടുകളിലായി യാത്ര തിരിച്ചു. ദ്വീപിലെത്തിയ ഉടനെ കൂടെയുള്ളവർ ചോദിച്ചു, ക്യാപ്റ്റൻ മാക്കി, എവിടെയാണ് നിധിയിരിക്കുന്നത്? മാക്കി മറുപടി പറഞ്ഞു, ഭൂപടം നമ്മുടെ കയ്യിലില്ലല്ലോ, അതിനാൽ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. അതേസമയം വില്ലൻ ബുഹുംസുവിന്റെ കപ്പലും ആ ദ്വീപിൽ അടുത്തു. അതിലെ ഒരു സൈനികൻ വിളിച്ചു പറഞ്ഞു, അങ്ങനെ നമ്മൾ ബോങ്സോങ് എത്തി. നിലവിലെ ക്യാപ്റ്റനായ മാക്കി കൂടെയുള്ളവരെ എങ്ങോട്ടെന്നില്ലാതെ ചുറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നടന്നു പൊക്കോണ്ടിരിക്കവേ ഒരു മലയിൽ നിർത്താതെ മിന്നലടിക്കുന്നത് കാണും. ഫുമൂച്ചി റാങ്ങിനോട് പറഞ്ഞു, ഞാൻ ആ മലയിൽ പോയി പരിശോധിച്ചിട്ട് വരാം. അവൻ ആ മിന്നലടിക്കുന്ന മല കയറും. അവസാനം ആ മലയുടെ മുകളിലെത്തുമ്പോൾ അവന് മനസ്സിലാവും അവിടെ ആൾതാമസമുണ്ടായിരുന്നു. കാരണം മനുഷ്യർക്ക് താമസിക്കാനായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു കുടിലുകൾ അവിടെ ഉണ്ട്. പക്ഷേ അതെല്ലാം നിലവിൽ നശിച്ചിരിക്കുകയാണ്. കുറച്ചു ദൂരം മുന്നോട്ട് നടന്നപ്പോൾ 12 കുന്തങ്ങൾ വൃത്താകൃതിയിൽ കുത്തി നിർത്തിയിരിക്കുന്നു. അതിലേക്കാണ് മിന്നലടിക്കുന്നത്. പെട്ടെന്ന് കാൽപെരുമാറ്റം അവൻ കേൾക്കും. കാൽപെരുമാറ്റം കേട്ടപ്പോൾ തന്നെ നായകൻ വിമൂച്ചി അവിടെ കണ്ട ഒരു തട്ടിന്റെ മുകളിൽ കയറി ഒളിക്കും. അവന് മനസ്സിലായി ആരോ അങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന്. വില്ലൻ ബുഹുംസുവും പടയാളികളും. ബുഹുംസു പറഞ്ഞു, ആ കുത്തിവെച്ചിരിക്കുന്ന കുന്തം വലിച്ചൂരി നോക്ക്, മിക്കവാറും അതിന്റെ അടിക്കായിരിക്കും നിധി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അയാളുടെ ആജ്ഞ കേട്ട് കുറച്ച് പട്ടാളക്കാർ വേഗത്തിൽ ചെന്ന് കുന്തം വലിച്ചൂരാൻ ശ്രമിക്കും. പക്ഷേ അപ്പോഴേക്കും മിന്നലടിച്ച് അവരെ തെറിപ്പിക്കും. ഒരു കുന്തം വലിച്ചൂരുമ്പോൾ താഴ്ഭാഗത്ത് നിന്നും മറ്റു കുറെ കുഞ്ഞു കുന്തങ്ങൾ വന്ന് ആ പടയാളികളുടെ ദേഹത്ത് തുളച്ചു കയറും. ഇതിൽ നിന്ന് അവർക്ക് മനസ്സിലായി ഏതോ ഒരു കുന്തത്തിന്റെ താഴ്ഭാഗത്താണ് ഒറിജിനൽ നിധി ഉള്ളത്, ബാക്കിയെല്ലാം ട്രാപ്പാണ്. ഉടൻ തന്നെ ബുഹുംസു ചുറ്റും നോക്കും. അതിലൊരു പതാക കാണുമ്പോൾ ബുഹുംസുവിന് മനസ്സിലാവും ഈസോങ് എന്ന ജനറലിന്റെ പതാകയാണത്. ഇതേ കാര്യം തന്നെ നായകൻ ഫുമൂച്ചിക്കും മനസ്സിലാവും. ബുഹുംസു നേരെ ചെന്ന് ആ പതാക അടങ്ങിയ കുന്തം വലിച്ചെടുക്കും. അവരുടെ ചിന്ത തെറ്റിയില്ല. യാതൊരു ട്രാപ്പുമില്ല, മിന്നലടിച്ചതുമില്ല. ബുഹുംസു പറഞ്ഞു, ഇവിടെ കുഴിച്ചു നോക്കൂ. അതേസമയം ക്യാപ്റ്റൻ മാക്കി സിമ്പന്തികളോട് കാണുന്നിടത്തെല്ലാം കുഴിക്കാൻ പറയുകയാണ്. അവർക്കും ദേഷ്യം വന്നു തുടങ്ങി. ഇത് മനസ്സിലാക്കിയ മാക്കി അവിടെന്ന് നൈസായിട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കും. മറ്റുള്ളവർ അവനെ പിടിക്കാനായിട്ട് അവന്റെ പിന്നാലെ ഓടും. മാക്കി കൂടെയുള്ള സിമ്പന്തികളിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട് ഒരു പാറക്കെട്ടിലെത്തും. അവിടെ ഒളിച്ചിരിക്കുമ്പോൾ ഒരു പെൻഗ്വിനെ കാണും. ഇവൻ ഈ ജീവിയെ കണ്ടിട്ടില്ല. അവൻ ചോദിച്ചു, നീ പക്ഷിയാണോ അതോ മീനാണോ? പെട്ടെന്നാണ് അവൻ അതിന്റെ ചുണ്ടിൽ ഒരു സെർണക്കട്ടി ഇരിക്കുന്നത് ശ്രദ്ധിക്കുന്നത്. അവൻ സന്തോഷത്തോടെ ചാടി എഴുന്നേറ്റ് എല്ലാവരോടുമായി വിളിച്ചു പറഞ്ഞു, ഞാൻ നിധി കണ്ടെത്തി, ഇങ്ങോട്ടേക്ക് വാ. എല്ലാവരും ഓടി അവന്റെ അടുത്തെത്തും. അവൻ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും ആ പെൻഗ്വിൻ കടലിലേക്ക് തിരിച്ചു ചാടിയിരുന്നു. സിമ്പന്തികൾ വന്നുടനെ ചോദിച്ചു, എവിടെ നിധി എവിടെ? മാക്കി പറഞ്ഞു, ഒളിച്ചിരിക്കാതെ പുറത്തു വാ. അപ്പൊ കൂടെയുള്ളവർ തന്നെ ചോദിക്കുന്നു, നീ ആരോടാ പുറത്തു വരാൻ പറയുന്നത്? മാക്കി അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്തു കൊടുത്തു. പക്ഷിയുമല്ല മീനുമല്ല, പക്ഷിയും മീനും കൂടെ ചേർന്നൊരു മനുഷ്യൻ. ആ ജീവിയുടെ വായിൽ വലിയൊരു സ്വർണ്ണക്കട്ടി ഉണ്ടായിരുന്നു. എന്നിട്ട് ആ പെൻഗ്വിൻ ഇരുന്നത് പോലെ തന്നെ അവൻ ഇരുന്ന് കാണിക്കും. കാങ്സോപ്പ പറഞ്ഞു, ഇനിയും ഇവനെ സഹിക്കാൻ വയ്യ എന്ന് പറഞ്ഞ് ഒരു വാളുമായിട്ട് എടുത്ത് ചാടുമ്പോഴേക്കും ആ പെൻഗ്വിൻ വീണ്ടും അങ്ങോട്ടേക്ക് കയറി വരും. മാക്കി ആ പെൻഗ്വിനെ എടുത്തു പൊക്കിയിട്ട് പറഞ്ഞു, ഇനി ഇവനാണ് നമ്മുടെ വഴികാട്ടി. സ്വർണത്തിലേക്കുള്ള ദൂരം വളരെ അടുത്താണ്. എല്ലാരും കൂടെ ആ പെൻഗ്വിനെ നടുക്ക് നിർത്തിയിട്ട് വളഞ്ഞിരുന്ന് ചോദ്യം ചെയ്യാൻ തുടങ്ങി. സ്നേഹത്തോടെയും
ഭീഷണിപ്പെടുത്തിയും വിരട്ടിയും ഒക്കെ ചോദിച്ചു നോക്കി. ഇവന്മാരുടെ വിചാരം അതൊരു മനുഷ്യജീവിയാണെന്നാണ്. പെട്ടെന്ന് എന്തോ ഒരു വലിയ ശബ്ദം കേട്ട് അവർ തിരിച്ച് കടലിലേക്ക് നോക്കുമ്പോൾ ബുഹുംസുവിന്റെ കപ്പൽ ഇവരുടെ കപ്പലിനെ പീരങ്കി ഉപയോഗിച്ച് നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. പീരങ്കിയുടെ ശബ്ദം കേട്ട് വുമൂച്ചിയും കപ്പൽ നിൽക്കുന്ന ദിക്കിലേക്ക് നോക്കും. പക്ഷേ ബുഹുംസുവിന്റെ കൂട്ടത്തിലുമുണ്ടല്ലോ ഒരു അമ്പെയ്ത്തുകാരൻ. അവൻ അത് കാണും. അവൻ വിമൂച്ചിയെ നോക്കി ഒരു അമ്പെയ്യുമെങ്കിലും അമ്പിലേക്ക് മിന്നലടിച്ച് ലക്ഷ്യം തെറ്റും. പക്ഷേ ആ മിന്നലിന്റെ ശക്തി കൊണ്ട് അവൻ ഇരുന്ന സ്ഥലം തകർന്നു വീഴും. ഇത് കണ്ട ബുഹുംസ് ചോദിച്ചു, വുമൂച്ചി, നീ എനിക്ക് മുന്നേ ഇവിടെ എത്തിയോ? പക്ഷേ നിധി ഞാൻ എടുക്കണമെന്നായിരുന്നു വിധി. കടലിൽ ബുഹുംസുവിന്റെ പട്ടാളക്കാർ പീരങ്കി ഉപയോഗിച്ച് റാങ്ങിന്റെ കപ്പൽ അടിച്ചു തകർക്കുകയാണ്. ആ കപ്പൽ ഏകദേശം പൂർണ്ണമായി നശിച്ചു. ഇത് കണ്ട് വിഷമിച്ച് നിൽക്കുകയാണ് ക്യാപ്റ്റൻ റാങ്. അവൾ ഒരു തീരുമാനമെടുത്തിട്ട് തിരിച്ച് സിമ്പന്തികളോട് പറഞ്ഞു, എല്ലാവരും ശ്രദ്ധിക്കും, ഗവൺമെന്റ് കപ്പൽ നമ്മുടെ കപ്പലിനെ നശിപ്പിച്ചു കഴിഞ്ഞു. നമുക്കിനി ഇവിടുന്ന് തിരിച്ചു പോകണമെങ്കിൽ ഒരു കപ്പൽ കൂടിയേ തീരും. അതിനാൽ നമ്മൾ ആ കപ്പൽ പിടിച്ചെടുക്കാൻ പോവുകയാണ്. എന്നോടൊപ്പം ആരൊക്കെ ഉണ്ടാകും? ഇത് കേട്ട ഉടനെ ആഗ്വോ പറഞ്ഞു, ക്യാപ്റ്റൻ, നിങ്ങൾ എടുക്കുന്ന തീരുമാനത്തിനൊപ്പം ഞങ്ങൾ എപ്പോഴും നിന്നിട്ടുണ്ട്. ഇനിയും അങ്ങനെ തന്നെ നിങ്ങളോടൊപ്പം ഞങ്ങൾ ഉണ്ടാകും. ക്യാപ്റ്റൻ റാങ് പറഞ്ഞു, ശരി, നമ്മളെല്ലാവരും ആ കപ്പൽ പിടിച്ചെടുക്കാൻ പോവുകയാണ്. പക്ഷേ നമുക്ക് വേണ്ടിയിട്ടാണ് വുമൂച്ചി ആ മലമുകളിലേക്ക് പോയിരിക്കുന്നത്. അതുകൊണ്ട് ക്യാംസോപ്പും സിമ്പന്തികളും വുമൂച്ചിയെ രക്ഷിക്കാനായിട്ട് അങ്ങോട്ട് പോവുക. ക്യാംസോപ്പ് പറഞ്ഞു, തീർച്ചയായും ക്യാപ്റ്റ, ഞങ്ങൾ വുമൂച്ചിയും കണ്ടെത്തി ആ നിധിയുമായിട്ടേ വരത്തുള്ളൂ എന്ന് പറഞ്ഞ് അവനും കൂട്ടുകാരും നേരെ മലമുകളിലേക്ക് കയറും. റാങ്ങും സിമ്പന്തികളും തിരിച്ച് കടലിലേക്ക്. പാവം മാക്കിയും പെൻഗിനും മാത്രം ഒറ്റയ്ക്കാവും. ഇതിനിടയ്ക്ക് ബുഹുംസു ആ കുന്തത്തിന് കീഴെ കുഴിച്ച് ഒരു പെട്ടി പുറത്തെടുക്കും. ആ പെട്ടി ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴേക്കും അതിനകത്ത് മുഴുവൻ പാറക്കഷ്ണങ്ങളാണ്. കൂടാതെ ഒരു മുഖംമൂടി മാത്രമാണ് ഉണ്ടാകുക. അതേസമയം വുമൂച്ചി ആക്രമിക്കാൻ വന്ന സൈനികരെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കിട്ടിയ മുഖംമൂടി ബുഹുംസു എടുത്തുവെച്ച് നോക്കിക്കൊണ്ട് നിൽക്കുന്നതും വുമൂച്ചി കാണും. അവൻ ബുഹുംസുവിന്റെ കയ്യിൽ നിന്നും ആ മുഖംമൂടിയും തട്ടിപ്പറിച്ച് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കും. അവിടെ നിന്ന് കുറച്ചു ദൂരം മുന്നോട്ട് ഓടിയപ്പോഴേക്കും ക്യാങ്സോപ്പും സംഘവും മുകളിലെത്തി ഈ സൈനികരെ നേരിടുകയാണ്. വുമൂച്ചി ഉറക്കെ വിളിച്ചു പറഞ്ഞു, ക്യാങ്സോപ്പ്, ഞാൻ രക്ഷപ്പെട്ടു. പിന്നെ എന്തിനാണ് യുദ്ധം? അവിടെ നിന്ന് കിട്ടിയ മുഖംമൂടി എന്റെ കയ്യിലുണ്ട്. നമുക്കിവിടെ നിന്ന് രക്ഷപ്പെടാം. ഇത് ഇപ്പോഴൊന്നും തീരില്ല എന്ന് മനസ്സിലാക്കിയ വുമൂച്ചി ഉറക്കെ വിളിച്ചു പറഞ്ഞു, ബുഹുംസു, ഈ മുഖംമൂടി നിനക്ക് വേണോ? നിധിയിലേക്കുള്ള അവസാനത്തെ വഴി ഇതാണെന്ന് തോന്നുന്നു. ബുഹുംസു പറഞ്ഞു, ആ മുഖംമൂടി ഇങ്ങി തന്നേക്ക്. നിന്നെയും നിന്റെ സിമ്പന്തികളെയും ഞാൻ വെറുതെ വിടാം. വുമൂച്ചി അതിന് മറുപടി പറഞ്ഞത്, പണ്ട് നിന്നെ ഞാനൊന്ന് വിശ്വസിച്ചതാണ്. അവസാനം നീ ചെയ്ത കൊലപാതകങ്ങളെല്ലാം എന്റെ തലയിലിട്ട് നീ രക്ഷപ്പെട്ടു. അതുകൊണ്ട് നിധിക്ക് വേണ്ടി നമുക്ക് രണ്ടുപേർക്കും മാത്രം യുദ്ധം ചെയ്യാം. ആര് ജയിക്കുന്നോ അവർക്ക് നിധി സ്വന്തമാക്കാം. ബുഹുംസുവും അതിന് സമ്മതിക്കും. പിന്നെ നായകൻ വുമൂച്ചിയും വില്ലൻ ബുഹുംസുവും തമ്മിലുള്ള ഘോര യുദ്ധം. അതേസമയം മാക്കി പെൻഗ്വിനിന്റെ കാലിൽ ഒരു കയറ് കെട്ടി അതിന്റെ പിന്നാലെ നടക്കുകയാണ്. പെട്ടെന്നാണ് കടലിൽ അവരുടെ കപ്പൽ പൊട്ടിത്തെറിച്ച് കത്തി നശിച്ചത്. ഇതിന്റെ ശബ്ദം കേട്ട് പേടിച്ച് പെൻഗ്വിൻ കടലിലേക്ക് എടുത്ത് ചാടി. മാക്കിയും അതിന്റെ പിന്നാലെ കടലിലേക്ക് ചാടി. ആ പെൻഗ്വിൻ കടലിലൂടെ നീന്തി മറ്റൊരു സ്ഥലത്ത് പൊന്തി വന്നു. വുമൂച്ചിയും ബുഹുംസയും യുദ്ധം ചെയ്ത് ആ കുന്തങ്ങൾ കുത്തിവെച്ചിരിക്കുന്ന ആ സർക്കിളിന് നടുകിലെത്തി. അപ്പോഴേക്കും ബുഹുംസുവിന്റെ കയ്യിൽ നിന്നും ആ മുഖംമൂടി താഴേക്ക് വീണു. ആ മുഖംമൂടി ചെന്ന് വീഴുന്നത് പൊന്തി വന്ന മാക്കിയുടെ തലയിലായിരുന്നു. മാക്കി ആ മുഖംമൂടി കയ്യിലെടുത്തു വെച്ച് നേരെ നോക്കിയപ്പോൾ ആ മുഖംമൂടിയുടെ ആകൃതിയിൽ ഒരു വലിയ ഗുഹ. അതേസമയം കത്തി നശിച്ച കപ്പലിൽ നിന്ന് രക്ഷപ്പെട്ട എല്ലാവരെയും ക്യാപ്റ്റൻ റാങ് 2 കുഞ്ഞു ബോട്ടുകളിൽ കയറ്റി. അമ്പെയ്ത്തുകാരൻ ചെക്കൻ റാങ്ങിനോട് പറഞ്ഞു, ക്യാപ്റ്റൻ, അവരെ വിടരുത്. വില്ലൻ ബുഹുംസുവിന്റെ കപ്പലിൽ മൂടൽ മഞ്ഞ് കാരണം അവർക്കൊന്നും കാണാൻ വയ്യ. പെട്ടെന്ന് ഒരമ്പ് ആ കപ്പലിന്റെ ഏറ്റവും ഉയരത്തിൽ നിന്ന ഒരാളുടെ നെറ്റിക്ക് തന്നെ വന്ന് തറയ്ക്കും. അമ്പെയ്ത്തുകാരൻ ചെക്കൻ തുരുതുര അമ്പെയ്ത് ആ കപ്പലിന്റെ തുഞ്ചത്ത് നിൽക്കുന്നവരെ വീഴ്ത്തും. അപ്പോഴേക്കും ക്യാപ്റ്റൻ റാങ് ഒരു കയറിൽ തൂങ്ങി ആ കപ്പലിലേക്ക് കയറും. ക്യാപ്റ്റനും സിമ്പന്തികളും ആ കപ്പൽ പിടിച്ചെടുക്കാനുള്ള യുദ്ധത്തിൽ. മാക്കി നീന്തി ആ ഗുഹയ്ക്കുള്ളിലെത്തും. ഗോരിയൻ രാജ്യത്തിന്റെ നിധികളെല്ലാം ശേഖരിച്ച് കടലിലേക്ക് മറഞ്ഞ അന്നത്തെ ആ കപ്പൽ അവൻ ആ കപ്പലിലേക്ക് വലിഞ്ഞു കയറി. ചുറ്റും സ്വർണം. അവൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. ഇവന്റെ ശബ്ദം കേട്ട് അതിലുണ്ടായിരുന്ന പെൻഗ്വിനെല്ലാം പുറത്തേക്ക് വരും. അതുങ്ങളെല്ലാം കൂടെ വളഞ്ഞിട്ട് അവനെ കൊത്തും. വില്ലൻ ബുഹുംസുവിന്റെ കപ്പലിൽ പെട്ടെന്ന് ഒരു മിന്നലടിച്ച് ആ കപ്പൽ തീപിടിക്കും. വില്ലൻ ബുഹുംസുവിന്റെ വലം കയ്യനോട് റാങ് പറഞ്ഞു, എത്രയും പെട്ടെന്ന് നമുക്ക് കപ്പൽ നേരെയാക്കാം, ഇല്ലെങ്കിൽ നിങ്ങളും ഞങ്ങളും എല്ലാവരും മരിക്കും. അതിനവൻ മറുപടി പറഞ്ഞത്, എന്തായാലും നിങ്ങൾ മരിക്കാൻ പോവുകയാണ്, അതും എന്റെ കൈകൊണ്ട്. പിന്നെ എന്തിനാണ് കപ്പലിനെ കുറിച്ച് നിങ്ങൾ വേവലാതിപ്പെടുന്നത്? ഇത് കേട്ട ഉടൻ തന്നെ അവൾ ഒരു കുഞ്ഞു കത്തി ഉപയോഗിച്ച് അവനെ കുത്തി വീഴ്ത്തും. അവൾ ആ കപ്പല് ചുറ്റും നോക്കും. ഏകദേശം മുഴുവനായി ആ കപ്പൽ കത്തി നശിച്ചു. എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുമ്പോഴേക്കും ഒരു കപ്പൽ പതിയെ അവരുടെ മുന്നിലേക്ക് വരും. നിധി അടങ്ങിയ കപ്പൽ. മാക്കി ആ പെൻഗ്വിനിന്റെ കൊത്തെല്ലാം കൊണ്ട് എങ്ങനെയൊക്കെയോ അങ്ങോട്ട് കൊണ്ടുവന്നതാണ്. അതേസമയം മുകളിൽ വുമൂച്ചിയും ബൂംസയും യുദ്ധത്തിൽ. ക്യാങ്സോപ്പ ഉറക്കെ വിളിച്ചു പറഞ്ഞു, വുമൂച്ചി, എത്രയും പെട്ടെന്ന് ആ വാൾ ഉപേക്ഷിക്കൂ, അല്ലെങ്കിൽ മിന്നൽ അതിലേക്ക് അടിക്കും. പറഞ്ഞു തീരുന്നതിന് മുന്നേ തന്നെ
മിന്നലടിക്കും. രണ്ടുപേര് രണ്ടു വശത്തേക്ക് തെറിച്ചു വീഴും. ആ വീഴ്ചയിൽ ബുഹുംസുവും വുമൂച്ചിയും കടലിലേക്ക് ശ്രദ്ധിക്കും. അപ്പോൾ അവർ 2 കപ്പലുകൾ കാണും. ആ കപ്പലിലെ കൊടി ശ്രദ്ധിച്ചിട്ട് ബുഹുംസ് പറഞ്ഞു, നിധിയടങ്ങിയ ജുബാങ്കിന്റെ കപ്പൽ. കടൽ കൊള്ളക്കാരെല്ലാവരും ആ നിധിയടങ്ങിയ കപ്പലിലേക്ക് കയറും. എല്ലാവരും വലിയ സന്തോഷത്തിലാണ്. ബുഹുംസുവിന്റെ കപ്പൽ കത്തി നശിക്കും. ക്യാപ്റ്റൻ റാങ് ആ മിന്നലടിക്കുന്ന മലയിലേക്ക് തന്നെ നോക്കി നിൽക്കും. പെട്ടെന്ന് കടലിന്റെ സ്വഭാവം മാറും. അവിടെ ഒരു വലിയ ചുഴി രൂപം കൊണ്ടു. ക്യാപ്റ്റൻ റാങ് ഓടിപ്പോയി ആ കപ്പലിന്റെ ചുക്കാൻ പിടിക്കും. മറ്റുള്ളവർ അതിന്റെ പായ വലിച്ചു കെട്ടും. വലിയ തിരമാലകൾ അവരുടെ കപ്പലിനെ വിഴുങ്ങാനായിട്ട് വരും. ആഗ്വ വിളിച്ചു പറഞ്ഞു, നമ്മൾ ഇവിടുന്ന് രക്ഷപ്പെടുന്ന കാര്യം സംശയമാണ് ക്യാപ്റ്റൻ. ഉടനെ ക്യാപ്റ്റൻ റാങ് പറഞ്ഞു, ഞാൻ പറയുമ്പോൾ നിങ്ങൾ നമ്മുടെ കപ്പലിന്റെ എല്ലാ പായകളും വലിച്ചു കെട്ടിക്കോണം. ആ കൂറ്റൻ തിരമാല അവരുടെ കപ്പലിനെ അടിച്ചു ചരിക്കാൻ വരുമ്പോഴേക്കും റാങ് വിളിച്ചു പറഞ്ഞു, എല്ലാ പായകളും മുറുക്കി പിടിച്ചോളൂ. ആ കപ്പലിലുള്ള എല്ലാവരും റാങ് പറഞ്ഞതുപോലെ തന്നെ പായകളുടെ കയറ് വലിച്ചു മുറുകെ പിടിച്ചു. നിമിഷങ്ങൾ കൊണ്ട് ആ തിരമാലയെ അതിജീവിച്ച് ആ കപ്പൽ മുന്നോട്ട് നീങ്ങി. ആഗ്വ വീണ്ടും ഉറക്കെ വിളിച്ചു പറഞ്ഞു, നമ്മൾ ജീവനോടെ ഉണ്ട്, ഒപ്പം നമുക്ക് കിട്ടിയ നിധിയും. അതേസമയം മലമുകളിൽ ഇതെല്ലാം ബുഹുംസുവും വുമൂച്ചിയും മറ്റു പടയാളികളും ബുഹുംസുവിന്റെ സിമ്പന്തികളും ആ മലമുകളിൽ നിന്ന് കാണുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ബുഹുംസു വുമൂച്ചിനെ വാള് കുത്തിയിറക്കും. ഇത് കണ്ടുനിന്ന കാങ്സോപ്പ അവന്റെ വാള് ആകാശത്തേക്കെറിയും. മിന്നൽ അതിലടിച്ച് താഴേക്ക് വരുമ്പോൾ രക്ഷപ്പെടാനായിട്ട് ബുഹുംസു അവിടുന്ന് ഓടി മാറാൻ ശ്രമിക്കും. ആ സമയത്ത് നമ്മുടെ നായകൻ വുമൂച്ചി അവന്റെ ദേഹത്ത് കുത്തിയിരുന്ന വാള് വലിച്ചൂരി ബുഹുംസുവിനെ വെട്ടിവീഴ്ത്തും. അപ്പോഴേക്കും കാങ്സോപ്പ് എറിഞ്ഞ വാള് ബുഹുംസുവിന്റെ നെഞ്ചത്ത് തന്നെ ആഴ്ന്നിറങ്ങും. അടുത്ത നിമിഷം തന്നെ ആ വാളിലേക്ക് മിന്നലടിക്കുകയും ചെയ്യും. ബുഹുംസു മിന്നലടിച്ചു മരിക്കും. അവിടുന്ന് വുമൂച്ചിയും സിമ്പന്തികളും ആ മലയിറങ്ങി താഴെത്തും. ക്യാപ്റ്റൻ റാങ് ആ നിധിയടങ്ങിയ കപ്പലുമായിട്ട് ആ മലയുടെ തീരത്തേക്ക്. പെട്ടെന്ന് അമ്പെയ്ത്തുകാരൻ ചെക്കൻ ആ കപ്പലിൽ നിന്നും എടുത്തു ചാടി കരയുടെ മറ്റൊരു ഭാഗത്തേക്ക് നീന്തുന്നത് എല്ലാവരും ശ്രദ്ധിക്കും. നോക്കുമ്പോൾ ഹുങ്കുൻ തീരത്ത് അടിഞ്ഞു കിടക്കുകയാണ്. അവൻ നീന്തി അവളുടെ അടുത്തെത്തി. അവക്ക് ജീവനുണ്ട്. അങ്ങനെ എല്ലാവരും തിരിച്ച് കപ്പലിലെത്തി. എല്ലാവരും വലിയ സന്തോഷത്തിലാണ്. ആ സന്ധ്യാസമയത്ത് റാങ്ങും വിമൂച്ചിയും. റാങ് ചോദിച്ചു, നീ എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? വിമൂച്ചി പറഞ്ഞു, ജനറൽ ജുബാങ്ങിനെ പറ്റി. കപ്പലില്ലാതെ അയാൾക്ക് ദ്വീപ് വിട്ടു പോവാൻ കഴിഞ്ഞിട്ടുണ്ടാകില്ല. അതുകൊണ്ട് അദ്ദേഹവും കൂടെയുള്ളവരും ആ ദ്വീപിൽ തന്നെ താമസിച്ചിട്ടുണ്ടാകും. അവസാനം അവിടെ തന്നെ മരണവും അടഞ്ഞിട്ടുണ്ടാകും. അദ്ദേഹം അറിഞ്ഞിരിക്കാൻ സാധ്യതയില്ല. ഗോരിയാൻ രാജ്യം പുനർനിർമ്മിക്കപ്പെട്ടത് ഇപ്പോൾ അതിന്റെ പേര് ജോൺസോൺ എന്നാണ്. 1000 വർഷം പാരമ്പര്യമുള്ള രാജവംശത്തിന്റെ നെടുന്തൂണ് ജനങ്ങളാണ്. ജനങ്ങൾ വിചാരിച്ചാൽ രാജ്യം പുനർനിർമ്മിക്കാൻ പറ്റുന്നതേ ഉള്ളൂ എന്ന് അവർ കാണിച്ചു. അപ്പോഴേക്കും കാങ്സോപ്പ അങ്ങോട്ട് വന്നു. ക്യാപ്റ്റൻ റാങ്ങിനോട് പറഞ്ഞു, ക്യാപ്റ്റ, നിങ്ങളുടെ അവധിക്കാലമൊക്കെ കഴിഞ്ഞു, തിരിച്ച് ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് വന്നാലും. ക്യാപ്റ്റൻ റാങ് തിരിഞ്ഞ് വിമൂച്ചിയോട് ചോദിച്ചു, നിനക്ക് ഇനി ഞങ്ങൾക്കൊപ്പം ഈ കപ്പലിൽ തന്നെ നിന്നാൽ പോരെ? വിമൂച്ചി പറഞ്ഞു, നീ എവിടെ ഉണ്ടാകുമോ നിനക്കൊപ്പം ഞാനും ഉണ്ടാകും. ഇത് കേട്ട ഉടനെ ക്യാപ്റ്റൻ റാങ് അവനെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുക്കും. ഇവിടെ വെച്ച് ഈ സിനിമ അവസാനിക്കും.